ഞാൻ 2 ദിവസം മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് കണ്ടൊരു സംഭവമാണ്. അതായത് അവിടെ ഒരു ചേട്ടന്, എനിക്കറിയുന്ന ഒരാളാണ്, ആൾ ഒരു ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യാണ്. ഭയങ്കരത്തിൽ ആവേശത്തിൽ സെലക്റ്റീവായിട്ട് ഇനി കൂട്ടുന്നുണ്ട് ആൾ. അതിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അതായത് ആളിനോട് പറഞ്ഞത് ചോപ്പ് നിറം ഇതിമേൽ ഉണ്ടെങ്കിൽ, അത് ചോപ്പ് സിമ്പിൾ അയിമൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിൽ 50-50 കെമിക്കലാണ്. അത് കുറച്ച് കെമിക്കൽ ഉണ്ട്, പകുതി നാച്ചുറലാണ്. പച്ചയാണെങ്കിൽ കംപ്ലീറ്റ്ലി നാച്ചുറലാണ്, അത് കറുപ്പാണെങ്കിൽ കംപ്ലീറ്റ്ലി അൺഹെൽത്തിയാണ്, കംപ്ലീറ്റ്ലി കെമിക്കലാണ് എന്നൊക്കെയാണ്. അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി മിത്താണ് സാറേ, ഇത് കംപ്ലീറ്റ്ലി പൊട്ടത്തരമാണ് എന്നത്. കാരണം അതിലെ പേസ്റ്റിന്റെ ഒക്കെ മുകളിൽ അതിലുള്ള ഒരു കളർ കൊടുക്കുന്നത് ജസ്റ്റ് മെഷീൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം മാത്രമാണ്. ഐഡന്റിഫിക്കേഷൻ ജസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയല്ല, മെഷീൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കോഡ് മാത്രമാണ് ഇത്. അതായത് പേസ്റ്റുകളൊക്കെ നിർമ്മാണ സമയങ്ങളിൽ ഇതിന്റെ പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മനുഷ്യന്മാരിങ്ങനെ ഓരോന്നിനെ പോയിട്ട് പേസ്റ്റ് നിറക്കല്ലേ ചെയ്യുക, മെഷീൻസ് ആണല്ലോ നിറക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഒരു പേസ്റ്റ് എത്രമാത്രം നിറക്കണം, ഓക്കെ, എവിടെ വെച്ച് കട്ട് ചെയ്യണം, എങ്ങനെ മൂടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷീൻസ് ആണല്ലോ ചെയ്യാം. സോ അതിൽ മെഷീൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ കോഡ് മാത്രമാണ്. ഇതേ കളർ കോഡ് തന്നെയാണ് ആക്ച്വലി നമ്മൾ പത്രങ്ങളിൽ കാണുന്നത്, പാക്കേജുകളിൽ കാണുന്നത്. ആ കോഡൊക്കെ എവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള കളർ കോഡ് കണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്. ജസ്റ്റ് മെഷീൻസിന് ഐഡന്റിഫൈ ചെയ്യാനുള്ള, ജസ്റ്റ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ കോഡ് മാത്രമാണ് ഇത്.